ഹായ് ജയ് മെയിൻ 2026 ജാനുവരി 28 ഷിഫ്റ്റ് 1-ലെ ക്വസ്റ്റനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, എന്താ ക്വസ്റ്റ്യൻ? ദ ഈക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് എ ആൻഡ് ബി ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട് ഈസ് എക്സ് ബൈ 5 ഓം. ദ വാല്യൂ ഓഫ് എക്സ് ഈസ്. അപ്പോൾ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫ്രം കറണ്ട് ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഈക്വലന്റ് റെസിസ്റ്റൻസ് കാണാനാണ്. അപ്പോൾ ഇത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്, പക്ഷേ ബാലൻസ്ഡ് അല്ല. നിങ്ങൾ നോക്ക്, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്, ബാലൻസ്ഡ് അല്ല. 6/3, പക്ഷെ ഇവിടെ 3/6 ആണ്, 6/3 അല്ല. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് ഒന്നുകിൽ കിർച്ചോഫ്സ് ലോ വെച്ചിട്ട് നമുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഡെൽറ്റ സ്റ്റാർ കൺവേർഷൻ യൂസ് ചെയ്യണം. ഡെൽറ്റ സ്റ്റാർ കൺവേർഷൻ എന്താ? ഡെൽറ്റ സ്റ്റാർ കൺവേർഷൻ ഞാൻ അത് പറയാം. ഡെൽറ്റ സ്റ്റാർ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെൽറ്റ പോലെ ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ, ഗ്രീക്കിലെ ക്യാപിറ്റൽ ലെറ്റർ ഡെൽറ്റ അറിയാലോ, ഇതുപോലെയാണ് നമുക്കൊരു നെറ്റ്വർക്ക് ഉള്ളതെങ്കിൽ, ഓക്കെ, ഇതുപോലെയാണ് നമുക്കൊരു നെറ്റ്വർക്ക് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനെ ഞാൻ തൽക്കാലം ഇതിനെ ദിസ് ഈസ് R1, R2, R3. ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യുക, സ്റ്റാർ ഫോമിലേക്ക് ആക്കുക. എങ്ങനെ സ്റ്റാർ ഫോം? സ്റ്റാർ യെസ്, ഈ കൺവേർഷൻ. അപ്പോൾ ഇവിടെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നോക്കൂ, ഇവിടെ ഞാനിതാ ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ. R1, R2 അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് ഇയാളുടെ വാല്യൂ അപ്പോൾ എത്ര കൊടുക്കേണ്ടത്? നിങ്ങൾ ഇതിനെ ഞാൻ ഇവിടെ എഴുതാണ്, റെപ്രസെന്റ് ചെയ്യാണ്. R1, R12 എന്ന് എഴുതാണ്. R12 1 2 ഇടയിൽ. അപ്പോൾ ഇതെന്താണ്? R1, R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 പ്ലസ് R3. R1 പ്ലസ് R2 പ്ലസ് R3. അതുപോലെ ഇയാളെ വാല്യൂ ഇത് R13. അപ്പോൾ ഈക്വൽ ടു എന്താ? ഈക്വൽ ടു R1 R3 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 പ്ലസ് R3. ഇത് ഒരിക്കൽ മനസ്സിലാക്കി വെച്ചാൽ ഭയങ്കര എളുപ്പമാണ്. പരിചയം ഇല്ലാത്തവർക്ക് ഇത് ഇപ്പോൾ ടൈം എടുക്കുള്ളൂ, അല്ലാത്തവർക്ക് ഭയങ്കര ഓൾറെഡി അറിയുന്ന ആളുകൾക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. ദിസ് ഈസ് R23. നിങ്ങൾ ആലോചിക്കുക, 2 3 ഇങ്ങോട്ടല്ലേ ഇത്? കണ്ടോ, 2 3 ഇത് ഇങ്ങോട്ട് വരുന്നത് ഈ ബ്രാഞ്ച്. അപ്പോൾ 1 3. അപ്പോൾ 1 3 എന്നുള്ള പേരൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഭാഗത്തുള്ളത് നോക്കാം. അപ്പോൾ R23ന്റെ ഇക്വേഷൻ എന്താ? R23 എന്ന് പറയുമ്പോൾ R2 R3 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 പ്ലസ് R3. യെസ്, ഇതാണ് ഡെൽറ്റ. അപ്പോൾ ഡെൽറ്റയെ നമ്മൾ എന്താക്കി? സ്റ്റാർ ഫോമിലേക്ക് മാറ്റി. അങ്ങനെ മാറ്റിയാൽ ഈ ഡയഗ്രാം നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കൂ, ഞാൻ ആദ്യം ഇതിനെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഫോർമാറ്റിലേക്ക് മാറ്റാം. നോക്കൂ, 6ഉം 3ഉം, പിന്നെ ഇവിടെ തല തിരിച്ചാന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, നോക്കാം. അപ്പോൾ ഇവിടെ യെസ്, ഇൻ ബിറ്റ്വീനിൽ, ഓക്കെ, ലൈക്ക് ദിസ്. അപ്പോൾ ഇവിടെ 6 ഓം 3 ഓം 3 ഓം 6 ഓം, ഇതെത്രയായിരുന്നു? സെന്ററിൽ 3 ഓം. ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോവാം. അപ്പൊ ഇതിനെ നോക്കൂ, അപ്പൊ ഈ ഡെൽറ്റനെ നമ്മൾ മാറ്റിയാൽ മതി അല്ലേ? ഈ ഡെൽറ്റനെ മാറ്റിയിട്ട് ഇവിടെ നോക്കൂ, ഇങ്ങനെ സ്റ്റാർ ആക്കുക. കണ്ടോ? അപ്പൊ നമുക്ക് കോംപ്ലിക്കേഷൻ ഒക്കെ ഒഴിവായി. നോക്കൂ, ഞാൻ ജസ്റ്റ് ആ സ്റ്റാർ ഇതിന്റെ ഉള്ളിൽ തന്നെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യട്ടോ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ, ഇവിടുന്ന് ഇങ്ങോട്ട്, ഇത് എക്സ്പ്ലനേഷന് വേണ്ടിയിട്ടാണ് ഇത്ര സമയം എടുക്കുന്നത്, അല്ലെങ്കിൽ വിത്തിൻ നോ ടൈം നിങ്ങൾക്ക് അതിന്റെ ആൻസറിലേക്ക് എത്താവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി നോക്കൂ, ഇനി നമ്മുടെ ഡയഗ്രാം പോയി ഈ രൂപത്തിലുള്ളത്. ഇതാ, ഇതിങ്ങനെ പോയി, ഇതിങ്ങനെ പോയി, ഇങ്ങനെ ഇതാ, ഇതാണ് ഇപ്പൊ നമ്മുടെ സർക്യൂട്ട്. അപ്പൊ ഇത് രണ്ടും സീരീസ്, ഇത് സീരീസ്, ഇവിടെ ഉള്ള ആള് പാരലൽ, ഫിനിഷ്ഡ്, പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വാല്യൂസുകൾ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതിന്റെ വാല്യൂ എങ്ങനെ നമ്മൾ കൊടുക്കുക? ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം ഇപ്പുറം ഉള്ളത്.
അപ്പോൾ 3 ഇൻറ്റു 3 R1 R2 അല്ലേ 3 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ മൊത്തം ആഡ് ചെയ്ത്. അപ്പോൾ പരിപാടി സിമ്പിളായി. ഇതാ നോക്കൂ, ഞാനിതാ ഇതിൻ്റെ വാല്യൂ കൊടുക്കാൻ പോവാണ്. ഇതിൻ്റെ വാല്യൂ 3 ഇൻറ്റു 3 എത്ര 9 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 3 പ്ലസ് 6 അപ്പോൾ 12. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 ഡിവൈഡഡ് ബൈ 4 ആവും. ഓക്കെ, അത് കിട്ടി. ഇനി നോക്കൂ, ഇതിൻ്റെ വാല്യൂ കൊടുക്കാം. അവിടെ അപ്പുറം വരാ 3ഉം 6ഉം ആണ്. അപ്പോൾ 3 ഇൻറ്റു 6 18 ഡിവൈഡഡ് ബൈ 12. അപ്പോൾ 3/2 ഓം എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് ദിസ് വൺ, അതും 3ഉം 6ഉം ആണ് അപ്പുറം. അപ്പോൾ ഇതേ ആൻസർ തന്നെയല്ലേ കിട്ടുക? യാ, അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അത് തന്നെ, അതായത് 3/2 ഓം. 3/2 ഓം. യെസ്. ഇനി നമുക്ക് ആ നെറ്റ്വർക്ക് സോൾവ് ചെയ്യൽ ഭയങ്കര ഈസിയായി. അത് നോക്കൂ, ഇനി ഞാൻ അതിനെ റീഡ്രോ ചെയ്യാണ്. ഞാൻ ആ ഡയഗ്രത്തിന് റീഡ്രോ ചെയ്യുന്നു. റീഡ്രോ ചെയ്യുമ്പോൾ ദിസ് ഈസ് എ, ഇത് ബി ആണ്. ഓക്കെ, എയിൽ നിന്ന് മുകളിൽ ഒരു 6 ഓം, പിന്നെ അവിടെ ഉള്ളത് ദാ നമ്മുടെ ഈ ഗ്രീൻ ആണ്. ദാ ഇവിടെ ഇത് 3 ഓം. യെസ്, അവ തമ്മിൽ ദാ ഇവിടെ ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് ഒരാളും കൂടെ ഇവിടെ ഉണ്ട്, അത് ബിയിലേക്ക്. യെസ്, ആ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് 6 ആണ്, ഇത് 3 ആണ്. ഇത് നമുക്ക് കിട്ടിയ 3/4. എനിക്ക് മാറ്റില്ലല്ലോ, ഇല്ല. 3/2 ഹിയർ ആൻഡ് ദിസ് ഈസ് 3/2. ഇനി ആർക്കും അത് സോൾവ് ചെയ്യാം അല്ലേ? ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, മുകളിൽ നോക്കൂ, 6ഉം 3/4ഉം. 6 പ്ലസ് 3/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 27 ഡിവൈഡഡ് ബൈ 4. അത് 27 ഡിവൈഡ് ബൈ 4. ഇവിടെ 3ഉം 3/2ഉം. അപ്പോൾ എത്രയായി? 4.5. അത് 9/2 ആണത് അല്ലേ? ഇത് നിങ്ങൾക്ക് 9/2 എന്ന് കിട്ടും. 9/2. അവർ പാരലൽ എന്ന് വെച്ചാൽ 27 ഡിവൈഡഡ് ബൈ 4 ഈസ് പാരലൽ വിത്ത് 9/2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ R1 R2 27 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 9/2 ഹോൾ ഡിവൈഡഡ് ബൈ 27/4 പ്ലസ് 9/2. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓക്കെ, ഇവിടെ നമുക്ക് 27 ഇൻറ്റു 9, അപ്പോൾ 63. 6 2 18, 18ഉം അല്ല 63 അല്ലേ? അപ്പോൾ 18ഉം 6ഉം 24. 243 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു ഇവിടെ നമുക്ക് LCM 4 എടുക്കാം. LCM 4 എടുത്തു. അപ്പോൾ 27 പ്ലസ് 18. 27 പ്ലസ് 18 അല്ലേ? 27 പ്ലസ് 18 37. 37ഉം 45. ഓക്കെ, യെസ്. 4 കട്ട് ചെയ്തു, 2 കിട്ടി. 2. therefore that is equal to 243 ഡിവൈഡഡ് ബൈ 90. ഇത് നമ്മൾ ഇത്രയും പാർട്ടാണ് ചെയ്തത് കേട്ടോ. ഇത്രയും പാർട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. നിങ്ങൾക്കിത് ഓക്കെ കിർച്ചോഫ്സ് ലോസ് വെച്ചിട്ടും ചെയ്യാം. പക്ഷേ ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ. യെസ്, ഓക്കെ. നൗ ഇതിനായിട്ട് ആര് സീരീസ് കോമ്പിനേഷനിലുണ്ട്? 3/2 സീരീസ് കോമ്പിനേഷനിലുണ്ട്. 243 ഓമായിട്ട് സീരീസിൽ. അപ്പോൾ നോക്കൂ, therefore ഫൈനൽ ആൻസർ ആർ ഇക്വലന്റ്. The final answer R equivalent is equal to 243 divided by 90 plus 3/2. ശരിയല്ലേ? ഓക്കെ, 243. അപ്പോൾ എത്ര കിട്ടും? 243 പ്ലസ് അവിടെ 90 നമുക്ക് LCM. ഓക്കെ, നോക്കൂ, ഞാൻ 90 LCM എടുത്തു. അപ്പോൾ 243 പ്ലസ് 135. 243 plus 135, that is equal to, you will get 378 divided by 90.
ഓക്കെ, ഇനി നമുക്ക് ആൻസർ. അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് പോകാം. അതിനെ x/5 എന്നാണ് നമുക്കിവിടെ എഴുതിയല്ലേ. അപ്പം 19 5 കിട്ടണമെങ്കിൽ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. 18 × 5 90 അല്ലേ. 18 × 5 യെസ് 90. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 18 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 5 കിട്ടും. അപ്പോൾ 378 ഡിവൈഡഡ് ബൈ 18 നോക്കാം. 378 ഡിവൈഡഡ് ബൈ 18 അപ്പോൾ 36 1 18 21 യെസ് 21. അപ്പോൾ ഇതിനെയാണ് x/5 എന്ന് മാർക്ക് ചെയ്തത്. Therefore, the value of x is 21 is the final answer. 21 is correct. The final answer is 21. 21 is correct.